ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രാജ് ഇൻവെസ്റ്റഡ് ₹14,000 അറ്റ് 10% പെർ ആനം ഫോർ 1 year അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഹിം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് രാജിന് എത്ര എമൗണ്ട് കിട്ടി ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നാണ്. പക്ഷെ നമുക്കിവിടെ ഒരു കാര്യം നോക്കണം. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റ് പിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 14,000 രൂപയാണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10% ഒരു വർഷത്തേക്കാണ്. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ്. അപ്പം എന്ത് ചെയ്യണം? ഒരു വർഷത്തേക്ക് 10% പകുതി വർഷത്തേക്ക് എത്രയാണ് വരിക? 10ന്റെ പകുതി 5% ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 5%ത്തിലേക്ക് മാറി. പിന്നെ ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു വർഷം 2 വട്ടം കോമ്പൗണ്ട് ചെയ്യുന്നതും കൊണ്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് എമൗണ്ട് കണ്ടുപിടിച്ചൂടെ? എമൗണ്ടിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? P ഇൻറ്റു 1+6/100 ഓൾ പവർ n. എല്ലാ വാല്യൂസും നമുക്കറിയാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. പിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 14,000. 1+6 എന്ന് പറയുമ്പം 5%. പിന്നെ 100 ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ. പിന്നെ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 2. അപ്പോൾ 5/100 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 5-ൽ എത്ര വട്ടം പോവും? ഒരു വട്ടം. 10-ലോ 2 വട്ടം. അപ്പോൾ 1/20 എന്നായല്ലോ. പിന്നെ ഇവിടെ ഒരു ഒന്നില്ലേ, അതിന് 1/1 നമുക്ക് എഴുതാം. പിന്നെ 20നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെ. അപ്പം 20/20 പ്ലസ് 1/20 എന്നായല്ലോ. അതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 21/20. പിന്നെ ഒരു സ്ക്വയറും ഉണ്ടല്ലോ. 14,000 ഇൻറ്റു 21/20 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിൻ്റെ വാല്യൂ എഴുതാം. 21ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 441. 441. 20ൻ്റെ സ്ക്വയർ 400. ഇനി നമുക്ക് ഇവിടുത്തെ 2 പൂജ്യവും മുകളിലത്തെ 2 പൂജ്യവും ക്യാൻസൽ ചെയ്യാം. അപ്പം 140 ഇൻറ്റു 441/4. അപ്പം നമുക്കിനി 441/4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 441/4 11. 440 110 വട്ടം പോകുമല്ലോ. പിന്നെ ബാക്കി 1. 10-ൽ എത്ര വട്ടം പോകും? 2 വട്ടം. 8. 20-ലോ 5 വട്ടം പോകൂല. അപ്പം 110.25 ഇതിൻ്റെ വാല്യൂ വരുന്നത്. (140 × 110.25). അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി സിംപ്ലിഫിക്കേഷൻ. ഒരു പൂജ്യം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒരു പ്ലേസ് റൈറ്റിലേക്ക് മാറും. ഇവിടെ വരും. 14 ഇൻറ്റു 11.02 വരും. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടി. നമുക്കിനി ഇത് കണ്ടുപിടിക്കാം. 11.02.5 ഇൻറ്റു 14 അല്ലേ? 14. 4 5 20. 0 ശിഷ്ടം 2. 2 ഇൻറ്റു 4 8. 8 2 10. ശിഷ്ടം 1. 4 4. പിന്നെ 5 2 0 1 1. എത്രയാണ് സമ്മ് വരുന്നത്? 0 5 3 4 5 1. പിന്നെ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. അപ്പം എത്രയാണ് കിട്ടിയത്? 15,435. ഏതാണ് ഓപ്ഷൻ?
15435 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ സം ഓഫ് റുപ്പീസ് 80,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ എ ഇയർ അറ്റ് 4% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ദെൻ ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ ഒരു വർഷത്തേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പം നമുക്ക് അതനുസരിച്ച് ആറിൻ്റെയും എന്നിൻ്റെയും വാല്യൂ മാറ്റണമല്ലോ. അപ്പം നമുക്ക് പിൻ്റെ വാല്യൂ എടുത്ത് എഴുതാം. പിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 80,000. ആറിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 4%. അതൊരു വർഷത്തേക്കാണ്. ഒരു വർഷം 2 വട്ടം കോമ്പൗണ്ട് ആകുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യണം? 4ൻ്റെ പകുതി 2% വരുള്ളൂ. പിന്നെ എന്നിൻ്റെ വാല്യൂ ഒരു വർഷത്തേക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഒരു വർഷം 2 വട്ടം കോമ്പൗണ്ട് ആകുന്നത് കൊണ്ട് നമുക്ക് 2 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? പി ഇൻറ്റു 1+6/100 ഓൾ പവർ n മൈനസ് പി. പിൻ്റെ വാല്യൂ എത്രയാണ്? 80,000. 1+6 എത്രയാണ്? 2% വരുന്നത്. എന്നിൻ്റെ വാല്യൂ 2. അപ്പം നമുക്ക് 2/100 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യാലോ. 1/50 എന്നാവുമല്ലോ. 2ൻ്റെ പകുതി 1, 100ൻ്റെ പകുതി 50. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, അതിന് 1/1 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 50നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെ. അപ്പോൾ 50/50 പ്ലസ് 1/50 എന്ന് പറയുമ്പം 51/50 എന്ന് പറഞ്ഞു തരുമല്ലോ. (51/50) മൈനസ് ഒരു 80,000 ഉണ്ട്. ഇനി നമുക്ക് 51/50ൻ്റെ സ്ക്വയർ നോക്കാം. അമ്പത്തി ഒന്നിൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 26.01. പിന്നെ 50ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ അറിയാം, എത്രയാണ്? 25 അല്ലേ? അത് ഇടുക. പിന്നെ ഒരു 0 സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ആവും. പിന്നെ മൈനസ് 80,000 ഉണ്ട് അല്ലേ? ഇനി എന്താ? നമുക്ക് 2 0 ഇവിടെ ഉണ്ട്, 2 0 ഇവിടെ ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി. പിന്നെ അടുത്തത് എന്താണ്? സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ നോക്കി നോക്ക്, 800ഉം ഇവിടെ 25 ഉണ്ടല്ലോ. അത് നമുക്ക് സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. 800/25. 25 എത്ര വട്ടം പോകും? 80ൽ 3 വട്ടമല്ലേ? 75. പിന്നെ 5 50. 50ൽ എത്ര വട്ടം പോകും? 2 വട്ടം. അപ്പം നമുക്ക് 32 എന്ന് കിട്ടിയല്ലോ ഇത്. (32 × 26.01 മൈനസ് 80,000). ഇനി നമുക്ക് 32 × 26.01 ചെയ്യാലോ. (26.01 × 32) 2 0 12 2 ശിഷ്ടം 1 4 5. പിന്നെ 3 0 18 8 ശിഷ്ടം 1 6 7. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 2 3 2 5 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 13 3 ശിഷ്ടം 1. അപ്പോൾ 83 23 2.
83 23 2 മൈനസ് 80,000. അപ്പോൾ നമുക്ക് എത്രയാണ് വരിക? 32 അല്ലേ വരിക അത് മൈനസ് ചെയ്യുമ്പോൾ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 32 32 ഏതാണ് ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ സം ഓഫ് rupees 3,500 is invested at 5% compound interest per annum compounded annually, then what is the period for which the compound interest is rupees 358.75? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പീരീഡാണ്. എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. പീൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 3500. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പം 5%. ഇവിടെ എന്താണ് വരുന്നത്? കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അപ്പം നമുക്കിവിടെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? എത്രയോ വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 358.75. നമുക്കിവിടെ ഓപ്ഷനുകളൊക്കെ ഒന്ന് നോക്കാം. 20 മന്ത് ഉണ്ട്, 24 മന്ത് ഉണ്ട്, 18 മന്ത് ഉണ്ട്, 15 മന്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? 2 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുക. 2 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. അതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴിയും. സിമ്പിൾ ഇൻട്രസ്റ്റ് 1 P × R × T / 100. പീൻ്റെ വാല്യൂ എത്രയാണ്? 3500. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5%. ടി എന്താണ്? 1 വർഷത്തേക്കല്ലേ എടുക്കുന്നത്. പിന്നെ ഇവിടെ 100 ഉണ്ടാവും. 2 0 വെട്ടിപ്പോയി. അപ്പം 35 × 5 വരിക ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതെത്രയാണ്? 35 × 5 5 25 5 ശിഷ്ടം 2 3 5 15 16 17. അപ്പം 175 ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ വർഷത്തെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഈ 175 പീൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു വർഷത്തേക്ക് കണ്ടുപിടിച്ചാലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് മാറി കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യാം? 3500 + 175 ചെയ്യണം. 5 7 6 3. അപ്പം 36.75 നമ്മൾ എന്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5. ടീൻ്റെ വാല്യൂ എത്രയാണ്? രണ്ടാമത്തെ വർഷം 1 വർഷമല്ലേ വരുന്നുള്ളൂ. 1. പിന്നെ ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. അപ്പം 36.75 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 36.75 × 5 5 25 5 ശിഷ്ടം 2 7 5 35 35 + 2 എന്ന് പറയുമ്പോൾ 37 7 ശിഷ്ടം 3 6 5 30 33 3 ശിഷ്ടം 3 3 5 15 15 + 3 എന്ന് പറയുമ്പോൾ 18. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 18 37 5 എന്ന് കിട്ടി. പിന്നെ 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ? അപ്പം എന്താവും? 2 ഡെസിമൽ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 183.75 കിട്ടി. അപ്പം നമുക്ക് ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് 75 വന്നിട്ടുണ്ട്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും പോയിന്റ് കഴിഞ്ഞിട്ട് 75 വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓപ്ഷനിൽ 24 മാസം എന്നുണ്ട്, അതായത് 2 വർഷം. അപ്പം നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അത് മാച്ച് ആകുന്നുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വർഷം അതായത് 24 മാസം കറക്റ്റ് ആൻസറാണെന്ന് പറയാം. അപ്പോൾ 175 +
183.75 578 ശിഷ്ടം 1 വരും. 1 2 3. അപ്പോൾ 358.75 തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.